കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി കഥ കേൾക്കാൻ വന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കഥ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്ഥിരമായി കേൾക്കുന്ന എല്ലാവരും കമൻറ്റായും ലൈക്കായും നിങ്ങളുടെ സ്നേഹം ഞങ്ങളെ അറിയിക്കണേ. രാത്രിയിൽ ഒരു ഓട്ടത്തിന് പോയ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ അനുഭവമാണിത്. ഇനി കഥയിലേക്ക്. 25 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം, സമയം ഏകദേശം രാത്രി 12 കഴിഞ്ഞിട്ടുണ്ടാവും. മഴ പെയ്ത് തോർന്ന ഒരു രാത്രി. മരങ്ങൾ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. രാത്രി ഓട്ടം കഴിഞ്ഞു മടങ്ങുകയായിരുന്നു സക്കീർ. തൊടുപുഴ ടൗണിൽ നിന്നും അല്പം ഉള്ളിലേക്കാണ് സക്കീറിൻ്റെ വീട്. സാധാരണ ഒരുപാട് രാത്രിയിലുള്ള ഓട്ടങ്ങൾ അദ്ദേഹം പോകാറില്ല. ഒഴിവാക്കാൻ വയ്യാത്ത കേസായതിനാലാണ് ഇതിന് പോയത്. മഴ പെയ്തതുകൊണ്ട് അന്തരീക്ഷമാകെ തണുത്തിട്ടുണ്ടായിരുന്നു. അല്പം വിജനമായ വഴിയിലൂടെയാണ് യാത്ര. ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ മരങ്ങൾ. മരങ്ങളിൽ നിന്നും ഉതിർന്നു വീഴുന്ന വെള്ളത്തുള്ളികൾ ഓട്ടോയുടെ മുകളിലെ പടുതയിൽ വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഒരു വലിയ തോട് കടന്നു വേണം സക്കീറിന് വീട്ടിലെത്താൻ. തോടിന് കുറുകെയുള്ള കോൺക്രീറ്റ് പാലത്തിൽ വണ്ടി കയറിയതും എൻജിൻ ഓഫായി. ഒന്നുകൂടി കിക്കറടിച്ച് വണ്ടി സ്റ്റാർട്ടാക്കി. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നേരെ മുന്നിലേക്ക് പതിച്ചപ്പോൾ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിച്ചു. ഒരു സ്ത്രീരൂപം പാലത്തിൻ്റെ കൈവരിയിൽ നിന്നും താഴേക്ക് ചാടുന്നു. ഞൊടിയിടയിൽ അത് താഴെ കുത്തിയൊഴുകുന്ന തോട്ടിലേക്ക് പതിച്ചു. ഓട്ടോയിലിരുന്ന സക്കീർ വിയർത്തുപോയി. ഒരു നിമിഷം പതറിയെങ്കിലും ധൈര്യം സംഭരിച്ച് അയാൾ ഇറങ്ങി. വണ്ടിയിലുണ്ടായിരുന്ന ടോർച്ചെടുത്ത് അവർ വീണ ഭാഗത്തേക്ക് അടിച്ചു നോക്കി. വെള്ളമൊഴുകുന്നതിൻ്റെ ചലനങ്ങളല്ലാതെ തോട്ടിൽ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. അയാൾ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി ഓടിച്ചുപോയി. വീട്ടിലെത്തിയിട്ടും അയാൾ അസ്വസ്ഥനായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ അടുത്ത സുഹൃത്തിനോട് മാത്രം അയാൾ തലേന്ന് കണ്ട വിവരം പങ്കുവച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം കേട്ട് സക്കീർ ഞെട്ടി. അർദ്ധരാത്രി സമയങ്ങളിൽ ആ പാലം കടന്നു വന്ന മറ്റു പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. സക്കീർ അവിടെ പുതുതായി വന്ന താമസക്കാരനായതിനാലാണ് ഇതൊന്നും അറിയാഞ്ഞത്. ഏതായാലും അത് എന്താണെന്നോ ഏതാണെന്നോ ആർക്കും വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ കൂട്ടുകാരെ? ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കമൻറ്റായി എഴുതി അറിയിക്കണേ. കഥ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത കഥയുമായി വരും വരെ ബൈ.